ഹലോ ഫ്രണ്ട്സ്, ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ സുജാതയൊക്കെ എതിർത്ത് വിനീതിൻ്റെയും ഗംഗയുടെയൊക്കെ കല്യാണം നടത്താനായി തീരുമാനിക്കുകയാണ് നമ്മുടെ ശാരദ. മുത്തശ്ശിയുടെ തീരുമാനമാട്ടോ നടക്കുന്നത്. മുത്തശ്ശി തീരുമാനിക്കുന്നതിനനുസരിച്ച് ആ വിവാഹം നടത്താമെന്നുള്ള തീരുമാനത്തിലാണ് വിനീതും സുജാത വന്നോളും സമ്മതിച്ചോളും എന്നൊക്കെയുള്ള ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ കാവേരിയും നിളയും വിനീതും ഇവനും കൂടിയിട്ടാണ് കല്യാണത്തിനുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങാൻ പോകുന്നത്. എന്നിട്ട് എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഗംഗയ്ക്ക് 2 ജോഡി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. വിനീത് എല്ലാവർക്കും ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. താലി ശാരദേൻ്റെ കയ്യിലൊക്കെ കൊടുക്കുകയാണ്. അതുമാത്രമല്ല, ഗംഗയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. ശാരദ പറയുന്നു, അത് അനുസരിക്കുന്നു, അത്രമാത്രം. പിന്നീടാണെങ്കിൽ നമ്മുടെ വിനീതാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ അമ്മയ്ക്കും ചേച്ചിക്കും വാങ്ങിച്ച ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവർക്ക് ആദ്യം സന്തോഷമാവുന്നുണ്ടെങ്കിലും ഇത് കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചതാണ് എന്ന് പറയുമ്പോൾ സുജാത ആ ഡ്രസ്സ് എടുത്ത് വലിച്ചെറിയാണ്. അതാ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്കൊക്കെ ആയിട്ട് ആ ഡ്രസ്സ് വന്ന് വീഴുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ ആകെ വിഷമിച്ച് പോവുകയാണ്. അവിടുന്ന് ലാസ്റ്റ് ഭക്ഷണം കഴിക്കാതെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം നടക്കില്ല, ഞാൻ നടത്തില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സുജാതയാണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് ഇവരെ വെല്ലുവിളിക്കുന്നുണ്ട്. ശാരദേനെ മക്കളെ, നിങ്ങൾ നാളെ വിവാഹം നടത്താൻ പോവാണോ എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിക്കുന്നുണ്ട്. എൻ്റെ മകനെ കൂട്ടിയിട്ട് നിങ്ങൾ വിവാഹം നടത്താൻ പോകണോ? എൻ്റെ മകൻ്റെ വിവാഹം നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാരദനോടും അച്ഛമ്മേനോടൊക്കെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയാണ്. എനിക്ക് അറിയണമല്ലോ, നിങ്ങൾ കല്യാണത്തിന് റെഡി പൊക്കോ, എനിക്കറിയണമല്ലോ എൻ്റെ മകൻ ഈ കല്യാണത്തിന് വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാലോ. നിങ്ങളവിടെ പോയി കാത്തു നിൽക്ക്. എന്നിട്ട് മൂന്നാമതും വിവാഹം മുടങ്ങി, 2 നിശ്ചയം 1 വിവാഹം മുടങ്ങിയ പെൺകുട്ടി എന്ന് പറഞ്ഞ പേര് ഈ പത്രാസുകാരിക്ക് വരട്ടെ, ഈ അഹങ്കാരിക്ക് വരട്ടെ, ഇവൾ ആര് കെട്ടുന്നു എന്ന് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് സുജാത പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും റെഡി ആവുന്നുണ്ട്. ഇവരുടെ വാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വിനീത് വന്നിട്ട് പറയുന്നുണ്ട്, ഒരു കുഴപ്പവും വരില്ല, ഞാൻ വരും ഗംഗയെ, ഞാൻ വിവാഹം കഴിക്കുമെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും വിവാഹത്തിന് ഒരുങ്ങുകയാണ് ഗംഗയും. അതുപോലെ എല്ലാവരും ഗംഗയെ ഒരുക്കുന്നുണ്ട്. രേവതിയും അതുപോലെ യമുനയും കൂടിയിട്ടും. അങ്ങനെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാനൊക്കെ ആയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ആ സമയത്താണ് വിവാഹത്തിനായിട്ട് ഒരുങ്ങിയ ഗംഗ വളരെ വിഷമത്തോടു കൂടിയിട്ട് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്ന കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗേച്ചി ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, അച്ഛൻ മരിച്ച ദിവസം നിശ്ചയത്തിന് വേണ്ടി ഇതുപോലെ സാരിയൊക്കെ ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഞാനിരുന്നു. അന്ന് അച്ഛൻ നമ്മളെ വിട്ടുപോയി, കല്യാണവും മുടങ്ങി, അതായത് വിവാഹ നിശ്ചയവും മുടങ്ങി, കല്യാണവും മുടങ്ങി. പിന്നീട് ഒരു ദിവസം കൂടി ഞാൻ ഇതുപോലെ അണിഞ്ഞൊരുങ്ങി, ആ വിവാഹ നിശ്ചയവും മുടങ്ങി, ആ വിവാഹവും മുടങ്ങി, വീണ്ടും ദേ ഇപ്പോൾ ഞാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. കാവേരി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇപ്പോൾ സംഭവിക്കില്ല ചേച്ചി, ഈ കല്യാണം ഇപ്പോൾ ഗംഗേച്ചിയുടെ ഇഷ്ടത്തോടെയാണോ ഇഷ്ടമില്ലാതെയാണോ നടക്കുന്നത് എന്നുള്ളതൊന്നുമല്ല പ്രധാനം, നടന്നാൽ മതി. അപ്പോൾ അവിടേക്ക് വരുന്ന മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ഇതുവരെ റെഡി ആയില്ലേന്ന് ചോദിക്കുമ്പോൾ കാവേരി പറയാണ്, ഇന്ന് നടക്കാൻ പോകുന്ന കല്യാണത്തിൽ മുത്തശ്ശി മാത്രമാണ് സന്തോഷമായിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, ഈ കല്യാണം കഴിയട്ടെ, എൻ്റെ കൊച്ചുമോൾ എന്ത് സന്തോഷവതി ആയിരിക്കുമെന്ന് കണ്ടോ, നേരമായി വാ പോവാം എന്ന് പറയണം. അങ്ങനെ അവർ ഗംഗയും കൂട്ടിയിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അണിഞ്ഞൊരുങ്ങി വന്ന ഗംഗയെ കണ്ടിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. സ്നേഹത്തോട് കൂടിയിട്ട് ഗംഗയുടെ കയ്യിൽ പിടിച്ച് നെറുകയിൽ ചുംബിക്കുന്നുണ്ട് ശാരദ. ശേഷം ശാരദ ഗംഗയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ കാവേരി ചോദിക്കുന്നു, അമ്മ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ശാരദ പറയുന്നുണ്ട്, ഇവളുടെ കല്യാണം എങ്ങനെയൊക്കെ നടത്തണമെന്ന് ആഗ്രഹിച്ചതാ, ഇപ്പോൾ ആ കല്യാണം ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ഓർത്തതാ എന്ന് പറയണേ. ആരും അറിയാതെ നടത്തേണ്ട അവസ്ഥയാണല്ലോ. അതായത് അധികം ആളുകളെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല, കുറച്ച് കുടുംബത്തിലെ അത്യാവശ്യം 1-2 പേരെ മാത്രം വിളിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്. ശരി വാ, അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അരവിന്ദൻ്റെ ഫോട്ടോയുടെ മുന്നിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണ് നിറഞ്ഞ് ശാരദ പറയുന്നുണ്ട്, എല്ലാം കാണുന്നില്ലേ, ഇന്ന് ഗംഗയുടെ കല്യാണമാണ്, അരവിന്ദട്ടൻ്റെ അനുഗ്രഹം ഗംഗയ്ക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. കാവേരി ആ സമയത്ത് പറയുകയാണ്, ഇനി അമ്മ കരയാൻ നിൽക്കണ്ട. ഗംഗ ചോദിക്കുകയാണ്, എന്തായാലും എൻ്റെ കല്യാണം ഇന്ന് നടക്കുമോ അമ്മ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇത് കേട്ടിട്ട് വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ കല്യാണം മുടങ്ങിപ്പോയാൽ 3ാമത്തെ തവണ കല്യാണം മുടങ്ങിപ്പോയവളാകില്ലേ എന്നിങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ ശാരദ പറയാണ്, ഇങ്ങനെയൊന്നും പറയാതെ ഗംഗെ, ഇതൊന്നും താങ്ങാൻ എനിക്ക് കഴിയില്ല, വിനീത് കല്യാണം നടക്കണമെന്ന് പറയുന്നു, സുജാതയാണെങ്കിൽ ഈ കല്യാണത്തെ എതിർക്കുന്നു, എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല ഭയമുണ്ടെന്ന് പറയുമ്പോൾ കാവേരി പറയാണ്, ഇന്ന് ഈ കല്യാണം മുടങ്ങിയാൽ അമ്മയെ ഞാൻ കൊല്ലും, അമ്മയല്ലേ പെട്ടെന്ന് ഓരോരോ തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുന്നത്,
എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും, സന്തോഷമായിട്ട് ഈ കല്യാണം നടക്കും എന്ന് പറയണം. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന സുജാത പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് സുജാത വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നടക്കണമെങ്കിൽ ഈ സുജാത ജീവനോടെ ഉണ്ടാകരുത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി സുജാതയെ നോക്കുകയാണ്. അരികിലേക്ക് വന്ന സുജാത ചോദിക്കുന്നുണ്ട്, എവിടെയൊക്കെ എല്ലാവരും കൂടി പോകുന്നത്? കല്യാണം നടത്താനാണോ? ഒരുപാട് പണക്കാരുടെ വീട്ടിൽ കല്യാണം ആലോചിച്ചിട്ടും നിന്റെ മകളുടെ കല്യാണം നടന്നില്ല അല്ലേ? ഇപ്പം ആരും കെട്ടുന്നില്ല എന്ന് വന്നപ്പോൾ എൻ്റെ മകൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക അപേക്ഷയുമായിട്ട് നിന്റെ മകളെ കെട്ടണമെന്ന് പറഞ്ഞു. എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചില്ല. അല്ലെങ്കിലും സാരല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തണം അല്ലേ? എന്നാലേ ശാരദയെ നിനക്ക് എങ്ങനെ തോന്നി? നിനക്കൊരു നാണക്കേടും തോന്നുന്നില്ലേ? മുത്തശ്ശി പറയുന്നുണ്ട്, സുജാതെ, എൻ്റെ കൊച്ചുമകനും കൊച്ചുമകൾക്കും കല്യാണമാണിന്ന്. ഗംഗ ജനിച്ചപ്പോഴേ തീരുമാനിച്ചതാണത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണത്തിൽ പങ്കെടുക്കാൻ വാ എന്ന് പറയണില്ലെങ്കിൽ നീ പോ എന്ന് പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്, ആദ്യം അമ്മ മിണ്ടാതിരിക്കേ. അമ്മയുടെ മകനെ മാത്രം പ്രസവിച്ച എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണോ? ഞാൻ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ടും കല്യാണത്തിന് റെഡിയായിട്ട് നിൽക്കുകയാണല്ലോ എല്ലാവരും. എന്തൊരു അഹങ്കാരമാണ് നിങ്ങൾക്ക്. എടീ, നിനക്ക് എൻ്റെ മോനെ ഇഷ്ടമല്ലല്ലോ, കല്യാണത്തിന് നിനക്ക് സമ്മതമല്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ നീ കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുകയാണല്ലോ. വിരൽ ചൂണ്ടി ഇങ്ങനെ പറയട്ടക്ക. അങ്ങനെ അതായത് ഗംഗയെ നോക്കിക്കൊണ്ട് വളരെ മോശമായിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് സുജാത. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, അപ്പച്ചി ഞാൻ കുറേ നേരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പച്ചി ഒരുപാട് ഓവറാകുന്നുണ്ട്. ശാരദ പറയണ, കാവേരി മുതിർന്നവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയണം. സുജാത പറയണം, എന്നിട്ട് മോളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ? കാവേരി പറയുന്നുണ്ട്, അപ്പച്ചി ഈ കല്യാണം നടക്കണമെന്ന് പറഞ്ഞത് അപ്പച്ചിയുടെ മകനാണ്. നിങ്ങൾ ഇവിടെ വന്ന് കല്യാണത്തെ എതിർത്ത് സംസാരിച്ചിട്ടും ഇന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ മകൻ തന്നെയാണ്. ആരും നിങ്ങളുടെ മകനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം നടത്താനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ മകൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ചെന്ന് നിങ്ങളുടെ മകനോട് തന്നെ ചോദിക്കുക, ഇവിടെ വന്ന് ബഹളം വെക്കുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കാവേരി. പുച്ഛത്തോട് കൂടിയിട്ട് സുജാത ചിരിച്ച് പറയുന്നുണ്ട്, എൻ്റെ മകനെ വിശ്വസിച്ചല്ലേ ക്ഷേത്രത്തിലേക്ക് പോകാനായി ഇറങ്ങുന്നത്? അപ്പോൾ അവൻ വരും. എങ്ങനെയാണ് വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. അവൻ്റെ മനസ്സ് വിഷമം കണ്ടാൽ അലിയും. അതുകൊണ്ടാണ് നീ ചോദിച്ച ഉടനെ ഗംഗയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അമ്മയോടുള്ള സ്നേഹം ഇല്ലാതാകില്ലല്ലോ. ഞാൻ പറയുന്നത് വേണ്ടാന്ന് വെച്ച് എന്നെ ധിക്കരിച്ച് അവൻ ഇവിടെ വന്ന് ഇവളുടെ കഴുത്തിൽ താലി കെട്ടുമോ? എങ്കിൽ അതൊന്നും എനിക്ക് കാണണമല്ലോ. മുത്തശ്ശി പറയണ, സുജാതെ, നീ നിൻ്റെ ആങ്ങളുടെ കുടുംബത്തെ അപമാനിക്കുകയാണ് എന്ന് പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്, എൻ്റെ ആങ്ങളുടെ കുടുംബം എൻ്റെ കുടുംബത്തെ അപമാനിച്ചപ്പോൾ അമ്മയുടെ കണ്ണ് എവിടെയായിരുന്നു? അപ്പോൾ ചോദിക്കത്തില്ലായിരുന്നോ? ഇതെല്ലാം ഒക്കെ പോയി. അവൻ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പോയിരിക്കെ എല്ലാവരും പൊക്കോ. എന്നിട്ട് എത്ര സമയം നിങ്ങൾ അവിടെ ഇരുന്നാലും എൻ്റെ മകൻ വരില്ല. എൻ്റെ വാക്ക് കേൾക്കാതെ കള്ളത്തരത്തിൽ കല്യാണം നടത്താൻ ശ്രമിച്ചതല്ലേ? ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഐശ്വര്യമാ ശാരദ, നിൻ്റെ മകൾക്ക് 3ാമത്തെ കല്യാണവും മുടങ്ങാൻ പോകുന്നു. ഈ നാട്ടുകാർ പോസ്റ്റർ ഒട്ടിക്കും, 3 കല്യാണം മുടങ്ങിപ്പോയവൾ എന്ന് പറഞ്ഞ്. നിൻ്റെയൊക്കെ അഹങ്കാരത്തിന് അത് നടക്കും. അതേ നടക്കുകയുള്ളൂ. എല്ലാവരും നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് സുജാത ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോട് കൂടിയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് ആ വിഷമത്തോടു കൂടി ഇരിക്കുന്ന സുജാതയുടെ അരികിലേക്ക് വന്ന് ഗീത ചോദിക്കുകയാണ്, അമ്മേ വിനീത് എവിടെ? സുജാത പറയുന്നുണ്ട്, കുളിക്കുകയാണെന്ന് പറയണം. ഗീത ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇന്ന് പോകുമോ? ഇന്നല്ലേ കല്യാണത്തിൻ്റെ തീയതി കുറിച്ചിരിക്കുന്നത്? സുജാത ചോദിക്കുന്നുണ്ട്, എന്നെ ധിക്കരിച്ച അവൻ പോകുമോ? അവരുടെ ഇഷ്ടത്തിന് കല്യാണം തീരുമാനിക്കും, പക്ഷേ കല്യാണം നടക്കില്ല എന്ന് പറയണം. അവളുമാർക്ക് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട്, നല്ലത് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം. അതേസമയം ഗംഗയും ശാരദയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു കുഴപ്പവും വരില്ല. വിനീതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വിനീത് ക്ഷേത്രത്തിൽ വന്നിരിക്കും. നമ്മൾ ഇവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. അവിടെ എല്ലാവരും വരികയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞവർ എന്നാലും എങ്ങനെ പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ നിവിനാണ് പിന്നീട് ഇവരെ കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ നിവിൻ 2 വണ്ടിയുമായിട്ട് വന്നിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിനീത് കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. എവിടെ പോവുകയാണെന്ന് ഗീത ചോദിക്കുമ്പോൾ വിനീത് പറയുന്നുണ്ട്, രാവിലെ വഴക്കിന് വരണ്ട, ഇന്ന് എൻ്റെ കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഗീത പറയണം, ഓ അപ്പോൾ ഞങ്ങളുടെ സമ്മതം ഒന്നും വേണ്ടേ നിനക്ക്? നിൻ്റെ ഇഷ്ടത്തിന് നീ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വിനീത് പറയണം, എനിക്ക് നിങ്ങൾ 2 പേരും അല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ അല്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്, നമ്മുടെ ഗംഗയാണ്. ഒരിക്കൽ നിങ്ങൾ ആഗ്രഹിച്ചതല്ലേ എൻ്റെയും ഗംഗയുടെയും കല്യാണം നടക്കണമെന്ന്. പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ
രണ്ടുപേരും എൻ്റെ ഒപ്പം വരണം എന്ന് പറയുമ്പോൾ എൻ്റെ കല്യാണത്തിന് എൻ്റെ അരികിൽ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ഗീത പറയണ കേട്ടോ അമ്മേ, നമ്മൾ പോയി ഇവൻ്റെ കൂടെ നിൽക്കണമെന്ന് സുജാത പറയുന്നുണ്ട്. കല്യാണം നടന്നാലല്ലേ നിൻ്റെ കൂടെ വന്ന് നിൽക്കേണ്ടതുള്ളൂ. അവളുമാരുടെ ഇഷ്ടത്തിന് ഓരോന്ന് പറയുമ്പോൾ നീ എല്ലാത്തിനും തലയാട്ടുകയാണോ? പെറ്റ് തള്ളയെ ധിക്കരിച്ച് നീ ഈ ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി പോകുമോ? അച്ഛനില്ലാതെ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതിന് ഇങ്ങനെ തന്നെ നീ പ്രതിഫലം തരണം. അച്ഛനില്ലാത്ത നിങ്ങളെ ഞാൻ വളർത്തിയ കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ല. ഇങ്ങനെ തന്നെ വേണം എനിക്ക് എന്നൊക്കെ പറഞ്ഞ് തലയടിച്ച് പൊട്ടിക്കരയാണ് സുജാത. അമ്മേ എന്ന് വിളിച്ച് കയ്യിലേക്ക് പിടിക്കുകയാണ് ഗീതയും വിനീതും. അവരുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് സുജാത പറയുന്നുണ്ട്, ഇല്ല, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല, ഈ കല്യാണം നടത്തില്ല, ഞാൻ അങ്ങനെ കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് ഞാൻ ഇനിയും ഇവിടെ ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചുവരിലേക്ക് തലയിടിക്കുകയാണ് സുജാത. അമ്മയെ എന്ന് വിളിച്ചു പിടിച്ചുകൊണ്ട് മാറ്റുന്നുണ്ട് വിനീതും ഗീതയും. ഗീത പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, നീ എൻ്റെ അമ്മയെ കൊല്ലുവോടാ? വിനീത് പറയണ ആ സമയത്ത്, അമ്മേ ഞാൻ പറയുന്നത് കേൾക്ക്, എന്നെ വളർത്താനായി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മേ, ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ മരിച്ച് അമ്മ തനിച്ചായപ്പോൾ അമ്മയുടെ കൂടെ ആരാ നിന്നത്? അമ്മാവനല്ലേ. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ അമ്മാവൻ ഗൾഫിൽ പോയത്. അമ്മാവൻ നമുക്ക് വേണ്ടി കൂടിയല്ലേ കഷ്ടപ്പെട്ടത്. ആ അമ്മാവൻ്റെ കുടുംബം ഇന്ന് വിഷമിക്കുന്നത് കണ്ടുകൊണ്ട് എന്നിങ്ങനെ നിർത്താട്ടോ. സുജാത പറയുന്നുണ്ട്, ഇപ്പോൾ പോലും എൻ്റെ വിഷമം നീ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും അവൻ ചിന്തിക്കുന്നത് അവൻ്റെ അമ്മാവൻ്റെ കുടുംബത്തിൻ്റെ വിഷമമാണ്. തോട്ടത്തിൽ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട എനിക്ക് വേണ്ടി മാത്രമാണല്ലോ ഞാൻ കഷ്ടപ്പെട്ടത്. ഞാൻ മാത്രമാണല്ലോ അതെല്ലാം കഴിച്ചത്. നീ ഇത്രയ്ക്ക് നന്ദിയില്ലാത്തവനായി പോയല്ലോടാ. നീ ആ കല്യാണത്തിന് പോകാൻ പാടില്ല. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടരുത് എന്നൊക്കെ പറയണം. അപ്പോൾ വിനീതിൻ്റെ കയ്യിലിരിക്കുന്ന കവർ വാങ്ങി നോക്കുന്നുണ്ട്. എന്താടാ അത് എന്ന് ചോദിച്ചുകൊണ്ട് കവർ വാങ്ങി നോക്കുമ്പോൾ അത് വിനീതിൻ്റെ വിവാഹ ഡ്രസ്സാട്ടോ. നീ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, നിനക്കിത് വേണ്ട എന്ന് പറഞ്ഞാൽ അതെല്ലാം എടുത്ത് വലിച്ചെറിയാണ് സുജാത. ഞാൻ പറയുന്നത് കേൾക്കാതെ നീ പോകരുതെന്നാണ് ഞാൻ നിന്നോട് പറയുന്നത്. ഈ സമയം വിനീത എന്ന് വിളിച്ചുകൊണ്ട് നിവിൻ പുറത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. സുജാതയുടെ കയ്യിൽ പിടിച്ച് വിനീത് പറയാണ്, അമ്മേ നിവിൻ വരുന്നുണ്ട്, അമ്മ ഒന്നും മിണ്ടാതെ നിൽക്ക്. വിനീത എന്ന് വിളിച്ച് അകത്തേക്ക് കയറി വരുന്ന നിവിനെ കാണുന്നത് ഡ്രസ്സെല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നിവിൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത്? കല്യാണത്തിന് പോകണ്ടേ? ഗീത പറയാണ്, വാടാ കൂട്ടുകാരാ, നീ കല്യാണത്തിന് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണോ? നിവിൻ ചോദിക്കണം, എന്താ ഇത്? ഇനി നിങ്ങളുടെ പ്രശ്നമൊന്നും മാറിയില്ലേ? എന്താ വിനീതിൻ്റെ കല്യാണമാണ്, നിങ്ങൾ ഇങ്ങനെ വഴക്കടിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് കല്യാണത്തിന് പോകാൻ ഒരുങ്ങുന്നത്? സുജാത പറയുന്നുണ്ട്, എവിടെ പോകാമെന്നാ പറയുന്നത്? എൻ്റെ മകൻ വരില്ലടാ, വരില്ല, പോടാ ഇറങ്ങി. അവൻ കല്യാണത്തിന് വന്നാൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അവൻ വരില്ല, നീ പോക്കോ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം നടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. നീ ചെയ്യുവോടാ? നിൻ്റെ അമ്മ പറയുന്നത് വേണ്ടാന്ന് വെച്ചിട്ട് നീ വേറൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടുവോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് നിവിനോട് സുജാത. ആ സമയത്ത് വിനീത് പറയുന്നുണ്ട്, അമ്മേ എന്നെ വഴക്ക് പറയാൻ അമ്മയ്ക്ക് അധികാരമുണ്ട്, പക്ഷേ ഇവനെ എന്തിനാ വഴക്ക് പറയുന്നത്? നീ വാടാ. അങ്ങനെ നിവിനെയും കൂട്ടിയിട്ട് വിനീത് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഗീത പറയുന്നുണ്ട്, അമ്മേ ഇതെന്താ പറയുന്നതൊന്നും കേൾക്കാതെ ഇവൻ വീണ്ടും പോകുന്നത് എന്ന് പറയുമ്പോൾ വിനീത് പറയുന്നുണ്ട്, ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇവനെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകണം. നിവിൻ ചോദിക്കുന്നുണ്ട്, വിനീത നീ എങ്ങനെ വരും? അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇന്ന് നിൻ്റെ കല്യാണമാണ്, സമയമാകുന്നല്ലോ എന്ന് പറയണം. നിൻ്റെ അമ്മ കിടന്ന് ബഹളം വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ, നീ ഗംഗയും വീട്ടുകാരെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് എന്നെ കാണാതെ അവർ ഒരുപാട് ടെൻഷനോട് കൂടി ഇരിക്കുകയായിരിക്കും, നീ ക്ഷേത്രത്തിലെത്തുമ്പോഴേക്ക് ഞാൻ അവിടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട്, നീ ഉറപ്പായും വരില്ലേടാന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായും ഞാൻ വരും, നീ പൊക്കോ എന്ന് പറയണം. അങ്ങനെയാണ് നിവീൻ അവിടെ പോയിട്ടും അവരെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വിനീതിനെ കാണാതെ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നിവിൻ വരുന്നത് കേട്ടോ. ചേച്ചി കല്യാണം നടക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, ദൈവമേ ഇതെന്തൊരു പരീക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് ശാരദ കരയുന്നുണ്ട്. അങ്ങനെ ചേച്ചി ഈ അവസ്ഥയിലേക്ക് ഇട്ടിട്ട് ദൈവത്തെ വിരട്ടുകയാണോ എന്നൊക്കെ പറഞ്ഞ് യമുന ഇങ്ങനെ പറയുന്നുണ്ട്. വിനീതേട്ടനെ കല്യാണത്തിന് പറഞ്ഞു വിടില്ല എന്ന് അപ്പച്ചി പറഞ്ഞിട്ട് പോയിരിക്കുകയല്ലേ? മുത്തശ്ശി പറയാണ്, അവൻ എങ്ങനെയെങ്കിലും കല്യാണത്തിന് വരും. കാവേരി പറയുന്നുണ്ട്, അപ്പച്ചിയെ എതിർത്ത് വിനീതേട്ടൻ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, വരും അവൻ എന്ന് പറയണം. അങ്ങനെ വിനീതേട്ടനെ ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും പിന്നീട് എല്ലാവരെയും കൂട്ടിയിട്ട് പോകുന്നതും. അപ്പോൾ നിവിനോട് ചോദിക്കുന്നുണ്ട്, വിനീതേട്ടൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നോട് നിങ്ങളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആക്കാനാണ് പറഞ്ഞത്, അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയണം. പിന്നെ അപ്പച്ചി ഇവിടെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നിവിൻ പറയുന്നുണ്ട്, എനിക്കറിയാം, വിനീതിനും അറിയാം, ഞാൻ വിനീതിൻ്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. വിനീത് എന്നോട് പറഞ്ഞത് നിങ്ങളെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോകാനാണ്.
ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. നിവിൻ പറയുന്നുണ്ട് നമുക്ക് പോകാം, വിനീത് നേരെ ക്ഷേത്രത്തിലേക്ക് വരും, നിങ്ങളാരും പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ കല്യാണം നടക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട് നടക്കാതെ പിന്നെ ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗംഗയും കൂട്ടിയിട്ട് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ബന്ധുക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാവേരി വളരെ ടെൻഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഗംഗ വിനീത് വരുന്നതും കാത്തിരിക്കണം. എല്ലാവരും വിനീത് വരുന്നതും നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിഥികൾക്കൊക്കെ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നാലെ വരുന്ന കാവേരിയോട് നിവിൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് ചോദിക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട് വിനീതേട്ടൻ വരുമല്ലോ അല്ലേ. നിവിൻ പറയണം ഇതെന്തൊരു ചോദ്യമാണ്, വിനീതില്ലാതെ എങ്ങനെ ഈ കല്യാണം നടക്കും, അപ്പച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു എന്ന് കാവേരി പറയുമ്പോൾ നിവിൻ പറയാണ് എന്ത് സംഭവിച്ചാലും വിനീത് വരും, നിങ്ങളിങ്ങനെ പേടിക്കണ്ട, നിങ്ങളിങ്ങനെ പേടിക്കും എന്നുള്ളത് കൊണ്ടാണ് വിനീത് ആദ്യം എന്നെ പറഞ്ഞു വിട്ടത്, ആരും ടെൻഷൻ ആവേണ്ട, ഈ കല്യാണം ഉറപ്പായിട്ടും നടക്കും എന്ന് പറയാണ്. തുടർന്ന് വിനീതിനെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിടാതിരിക്കാനായിട്ട് ബഹളം വെക്കുകയും കരയുകയും കയ്യിൽ കിട്ടുന്നതൊക്കെ വലിച്ചെറിയുകയും ഒക്കെ ചെയ്യണം സുജാത. വിനീത് പറയുന്നുണ്ട് അമ്മേ കല്യാണത്തിന് സമയമായി എന്ന് പറയുമ്പോൾ ഗീത പറയണം വീണ്ടും അത് തന്നെ പറയുന്നത് കേട്ടില്ലേ അമ്മേ. വിനീത് പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് അമ്മേ, അവിടെ എല്ലാവരും എന്നെ കാത്തിരിക്കുവാണ്, ഇനി ഒരു പ്രാവശ്യം കൂടി ഈ കല്യാണം മുടങ്ങിപ്പോയാൽ ഗംഗയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയണം. ഗീത പറയുന്നുണ്ട് ഗംഗ 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 ആ ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ, ചാണകം കലക്കി നിൻ്റെ മുഖത്തൊഴിച്ചാലും അവളെ പറ്റി തന്നെ ആലോചിക്കുകയാണല്ലോ നീ, ഞങ്ങളെപ്പറ്റി ഒരു ചിന്തയുമില്ലേ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുജാത ചോദിക്കുകയാണ് അപ്പം ഞാൻ മരിച്ചാലും നിനക്ക് കുഴപ്പമില്ലേ, ഏതാ ഞാൻ ആദ്യം മരിക്കാം, അത് കഴിഞ്ഞ് നീ പോയി അവളുടെ കഴുത്തിൽ താലി കെട്ട് എന്ന് പറയണം. അങ്ങനെ അടുക്കളയിലേക്ക് പോയിട്ട് മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്ന് ദേഹത്ത് ഒഴിക്കുകയാണ് സുജാത. അമ്മ എന്തേ ചെയ്യുന്നത്, ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് വിനീതും ഗീതയും. സുജാത തീപ്പെട്ടി ഉരച്ച് കത്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ കാല് പിടിച്ച് പൊട്ടിക്കരിയാണ് വിനീത്. സുജാത പറയുന്നുണ്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് പോട്ടടാ, നീ നിൻ്റെ ഇഷ്ടത്തിന് പോയി കല്യാണം കഴിച്ചോ, എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്ക്. വിനീത് കൈകൂപ്പി കരയുന്നുണ്ട്. സുജാത പറയുന്നുണ്ട് എടാ എൻ്റെ ദേഹം മുഴുവൻ മണ്ണെണ്ണയാണ്, നീ ഇവിടുന്ന് പോയാൽ തീപ്പെട്ടി ഉരച്ച് കത്തിച്ച് ചാകും ഞാൻ എന്ന് പറയണം. അമ്മേ വേണ്ട അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയാണ് വിനീതും ഗീതയും. ഗീതയും തൻ്റെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിക്കുന്നുണ്ട്. തടഞ്ഞുകൊണ്ട് വിനീത് ചോദിക്കുന്നത് എന്തേ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗീത പറയണം ഞാനും അമ്മയുടെ ഒപ്പം വരുവാണ്, അമ്മയില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് ഞാൻ ഇങ്ങനൊരു മകന് ജന്മം കൊടുത്തത് കൊണ്ട് ഞാൻ ചാകുന്നു, നീ എന്തിനാടി ചാകുന്നത്, നീ പോയാൽ നിൻ്റെ കൊച്ചിനെ ആര് നോക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ലോകത്ത് അമ്മയെക്കാളും വലുതായിട്ട് ഒന്നുമില്ല. അത് കേട്ട് ഗീതയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് സുജാത. ഇതെല്ലാം കേട്ട് വിനീത് കരയുമ്പോൾ ഗീത പറയണ വാ അമ്മ നമുക്ക് ഒരുമിച്ച് മരിക്കാം. വിനീത് പറയുന്നുണ്ട് ആരും ചാകണ്ട, എന്തൊരു സംസാരമാണ് നിങ്ങളുടേത്, ഇത് എന്തൊരു വിധിയാണ്. തീപ്പെട്ടി വിനീത് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ആ തീപ്പെട്ടി താ എന്ന് പറയുമ്പോൾ വിനീത് പറയുന്നുണ്ട് തീപ്പെട്ടി തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സുജാത പറയണം നീ തീപ്പെട്ടി തന്നില്ലെങ്കിൽ എനിക്കെന്താ ചാകാൻ അറിയില്ലേ, പുറത്ത് അടുപ്പ് കത്തുന്നുണ്ട്, അതിൻ്റെ ഒരു കൊള്ളി മതി, നീ പോയി നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ട്, നീ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ അടുത്ത നിമിഷം ഞാൻ ഉണ്ടാകില്ല, ചത്ത് കളയും പറഞ്ഞേക്കാം എന്ന് പറയണം. ഗീത പറയുന്നുണ്ട് ഞാനും മരിക്കും, നിൻ്റെ അമ്മയും പെങ്ങളും മരിച്ചിട്ട് നീ പോയി അവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ മതി എന്ന് പറയണം. വിനീത് അവിടെ ഇരുന്ന് പൊട്ടിക്കരയണം. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് വിനീത്. അതേസമയം ക്ഷേത്രത്തിലാണെങ്കിൽ അതിഥികളൊക്കെ വന്നിട്ടുണ്ട്, അത്യാവശ്യം വേണ്ടപ്പെട്ട കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂജാരി വന്നിട്ട് പറയുന്നുണ്ട് സമയമായി തുടങ്ങുന്നു കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഗംഗയും തന്നെ വിനീത് വരുന്നത് നോക്കി അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ്, എന്താ വരാത്തത് എന്നുള്ളൊരു വിഷമത്തിലാണ്. അതേസമയം നിവിൻ്റെ അമ്മ നിവിനെ അവിടെ എങ്ങും കാണാഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് പോയത് എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അവിടെയുള്ള ആ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവൻ പുറത്തേക്ക് പോയതാണ് എന്ന് പറയണം. എവിടെയാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയാണ് പോയതെന്ന് നിനക്കറിയാം, എവിടെയാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ന് വിനീതിൻ്റെ കല്യാണമാണ്, അതിനു വേണ്ടിയിട്ട് പോയതാണ് എന്ന് പറയുന്നുണ്ട്. കല്യാണമോ, അവൻ്റെ കല്യാണമോ, ആരുമായിട്ടാണെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അമ്മാവൻ്റെ മകളുമായിട്ടാണ് എന്ന് പറയുന്നത്. അതവർ വേണ്ടാന്ന് വെച്ചതല്ലായിരുന്നോ, പിന്നെ വേറെ കല്യാണമൊക്കെ മുടങ്ങിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, അപ്പോൾ അത് അത്ര നല്ല കല്യാണമല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് അവൻ്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ച് ചെറുതായിട്ടൊരു കല്യാണമാണ് എന്ന് പറയുന്നുണ്ട്. ഏത് ക്ഷേത്രത്തിലാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ആ സമയത്താണ് അപ്പോൾ വിനീതിൻ്റെ അടുത്തേക്ക് പോയതാണല്ലോ, അപ്പോൾ ആ സമയത്ത് രാജേശ്വരി ഇങ്ങനെ ജയപാലനെ വിളിക്കുന്നുണ്ട്. ജയപാലനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ കല്യാണത്തിന് പോയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജയപാലൻ പറയുന്നുണ്ട് എത്ര നന്ദിയില്ലാത്ത കുടുംബമാണ് അവരുടേത്, ഞാൻ നല്ലൊരു ബന്ധം കൊണ്ടുവന്നതാണ്,
അവർക്കത് എന്നിട്ട് പറ്റിയില്ല. നല്ലൊരു കുടുംബമായിരുന്നു. അത് വിവാഹം നടന്നിരുന്നെങ്കിൽ അവരെല്ലാവരും രക്ഷപ്പെട്ടേനെ. എന്നിട്ട് എൻ്റെ മുഖത്ത് കരിവാരി തേച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവാഹം നടത്താൻ പോകുന്നത്. ഈ വിവാഹം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. സുജാത ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. ഞാൻ എത്ര അവരെ നല്ല രീതിയിൽ നോക്കിയതാണ്, എന്നിട്ട് അവരെന്നോട് നന്ദികേടാണ് കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ രാജിയാണെങ്കിൽ അത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. ചേട്ടൻ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു. എന്നിട്ട് അപ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല, ഇന്ന് വിവാഹത്തെക്കുറിച്ചൊന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ജയബാലേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുടുംബത്തിന് വേണ്ടി ചെയ്തത്, എന്നിട്ടും ഒന്നും അറിയിച്ചില്ലല്ലോ അവർ എന്നുള്ള രീതിയിൽ പറയണം. അതെ, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ മറന്നു. എന്നിട്ടിപ്പോൾ എന്നെ ഒരു വാക്ക് പോലും അറിയിക്കാത്ത വിവാഹം നടത്താൻ പോവുകയാണ്. എന്തായാലും ഞാനൊന്ന് പോകുന്നുണ്ട് വിവാഹം നടക്കുന്ന ക്ഷേത്രത്തിലേക്ക്, എനിക്ക് കാണണം, വിവാഹം നടക്കുന്നത് എങ്ങനെയാണെന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ ജയബാലൻ്റെ ഒരു കുത്തിത്തിരിപ്പ് അവിടെ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വിനീത് വരുന്നുണ്ടോ ഇല്ലയോ, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.